ഹായ് ഫ്രണ്ട്സ്, റിവിറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ക്ലാസ് പാർട്ട് 2 ആണ്. പാർട്ട് 1 ഇൻട്രൊഡക്ഷൻ ഞാൻ അത് ചെയ്തിരുന്നു. സോ അപ്പോൾ നിങ്ങൾക്ക് റിവിറ്റിൻ്റെ ഫുൾ കോഴ്സൊക്കെ ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർ. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബേസിക്കായിട്ട് റിവിറ്റിൽ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ന്യൂ ഫയൽ ഇവിടെ പോവുക, ഫയൽ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ന്യൂ എടുക്കുക. ഞാനിവിടെ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഇവിടെ ടെംപ്ലേറ്റ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് കൊടുക്കുക. ഇപ്പോൾ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആർക്കിടെക്ചറിൽ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ റിവിറ്റിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഞാൻ ആർക്കിടെക്ചറിൽ വാൾ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ പോലെ വരച്ചു. അപ്പോൾ ഞാനിവിടെ പ്ലാൻ വ്യൂവിൽ ഇത് റെക്റ്റാങ്കിൾ പോലെ വരച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ 3D വ്യൂവിൽ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് 3D ആയിട്ടാണ് ക്രിയേറ്റഡ് ആവുന്നത്. ഓക്കെ, അതിന് ശേഷം ഇവിടെ ഡോറുകൾ ഞാൻ ജസ്റ്റ് ഇതിൽ പ്ലേസ് ചെയ്യാമെന്ന് വരയ്ക്കാം. ജസ്റ്റ് ഡോറ് പ്ലേസ് ചെയ്തു. നിങ്ങൾക്ക് 3D വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കതിൻ്റെ ബിൽഡിങ്ങിൽ ഡോറുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് വിൻഡോ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് വിൻഡോസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വ്യൂ എടുക്കാം. നമുക്കതിൽ വിൻഡോസ് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിവിറ്റിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വാൾ വരയ്ക്കും, പിന്നെ ഡോറ് പ്ലേസ് ചെയ്യും, പിന്നെ വിൻഡോ പ്ലേസ് ചെയ്യും. അതിനുശേഷം നമുക്ക് റൂഫ് പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ റൂഫിൻ്റെ ഓപ്ഷനിൽ പോകും. അതുകൊണ്ട് അപ്പോൾ നമുക്കവിടെ റൂഫ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ബിൽഡിങ് പെട്ടെന്ന് ഫാസ്റ്റ് രീതിയിൽ വരച്ചെടുക്കാൻ ഏറ്റവും എളുപ്പം നമുക്ക് റിവിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ റിവിറ്റിൽ ഇപ്പോൾ ഞാനിത് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്ലാൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ 3D വ്യൂ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാനിൻ്റെ ഇതൊരു സെക്ഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ റിവിറ്റിൽ സിമ്പിളാണ്. ഒരു ഓപ്ഷൻ എടുത്തിട്ട് സെക്ഷൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെക്ഷൻസ് വരെ ക്രിയേറ്റഡ് ആയിട്ടുണ്ടാവും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ സെക്ഷൻ നേരിട്ട് കാണിക്കും. ഓട്ടോക്യാഡിൽ പോലെ നമ്മൾ ലൈൻ വരച്ച് സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിവിറ്റിൽ വർക്ക് ചെയ്ത് പോകുന്നതെന്നൊന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ റിവിറ്റ് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഇൻ്റർഫേസ് ഇതിങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, ഇങ്ങനൊരു വ്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യൂവിൽ നിങ്ങളിവിടെ നോക്കുക. ഇവിടെ ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ ഇത് നമ്മുടെ ഡോറാണ് വരച്ചിരിക്കുന്നത്. ഡോറ് പ്ലാൻ വ്യൂവിൽ ഡോറിന് വരച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് പ്ലാൻ വ്യൂവിൽ വിൻഡോ ആയിരിക്കും. ഈ സെയിം സാധനം തന്നെയായിരിക്കും നമ്മൾ 3D വ്യൂ എടുക്കുമ്പോഴും കാണിക്കുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയല്ല. ഈ പ്ലാൻ വ്യൂവിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് തന്നെ ഓട്ടോമാറ്റിക്കലി 3D ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു വിചാരിക്കാം. അപ്പോൾ ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ബാറാണ്. ഇപ്പോൾ ഇത് കണ്ടോ, പ്രോപ്പർട്ടീസ് ബാർ എന്ന് നമ്മളതിന് പറയാം. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ബാറിൻ്റെ ഉള്ളിൽ ആ ഒബ്ജക്റ്റിൻ്റെ സെറ്റിങ്സ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത് ഞാൻ സിംഗിൾ ഫ്ലഷ് ഡോറാണ്. ഓക്കെ, ആ ഡോറിൻ്റെ സൈസും ഡയമെൻഷൻസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഡോർ ഇരിക്കുന്ന ഏത് ഹൈറ്റിലാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലെവലെന്ന് ഉദ്ദേശിക്കുന്ന ഹൈറ്റാണ്. അതുപോലെ തന്നെ ആ ഡോറിനെ സംബന്ധിച്ച എല്ലാ ഡീറ്റെയിൽസും ആയിരിക്കും നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലെ പ്രോപ്പർട്ടീസ് ബാറിൽ കാണിക്കുക. അതിപ്പോൾ ഡോർ എന്നല്ല, ഞാൻ എന്ത് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യും, ഇപ്പോൾ വിൻഡോനെ സെലക്ട് ചെയ്തതായിരിക്കും. ആ വിൻഡോയുടെ സെറ്റിങ്സ് ആയിരിക്കും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുക. സെറ്റിങ്സും അതിൻ്റെ ഇൻഫർമേഷനും എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ലെഫ്റ്റ് സൈഡിൽ ബോക്സിൽ കാണിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഫിക്സഡ്, ഇത് വെൻറ്റിലേഷനിൽ യൂസ് ചെയ്യുന്ന വിൻഡോ ആണ്. അത് നമുക്ക് ആവശ്യമുള്ള വിൻഡോസ് നമുക്ക് ലോഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ തൽക്കാലം ഈ വിൻഡോയാണ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്ത് സൈസിലായിരിക്കും, അതുപോലെ തന്നെ ഏത് ഹൈറ്റിലാണ്, ഏത് ലെവലിലാണ് ഇരിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും
നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഞാനൊരു ഇത് നമ്മൾ ഞാൻ വരച്ചതാണ്. വോളിനെ സെലക്ട് ചെയ്താൽ ആ വോളിൻ്റെ സെറ്റിങ്സും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കും. എന്ത് വോളാണ്, ബേസിക് ജനറിക് വോളാണ്. ജനറിക് വോൾ എന്ന് പറയുമ്പോൾ പ്രത്യേക മെറ്റീരിയൽ ഒന്നുമില്ല, ജസ്റ്റ് 200 mm ആ വോളിൻ്റെ തിക്നെസ് ആണ് 200 mm എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഏത് ഹൈറ്റിനാണ് ഇരിക്കുന്നത്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് കാണിക്കുന്ന സ്ഥലമായിരിക്കും പ്രോപ്പർട്ടീസ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ.